വാഹന മോഡിഫിക്കേഷൻ ലിസ്റ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇത്രയും കാലം ഓടിച്ചുകൊണ്ടിരുന്നത് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. സ്റ്റിയറിംഗ് കവർ ഇടുന്നത്, അതേപോലെ ഫ്ലോർ മാറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഐറ്റംസ് മോഡിഫിക്കേഷൻ നമ്മളൊക്കെ ചെയ്തുകൊണ്ട് നടന്നല്ലേ. RT ഒന്നും പിടിക്കാനേ ഭാഗ്യം ഇത്രയും കാലം. എന്തൊക്കെയായാലും നിലപാടിന്റെ രാജകുമാരന്റെ കയ്യിൽ നിന്ന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലേനു. ശരിക്കും ഇത് RTO മുന്നോട്ട് വെച്ചൊരു സംഭവമാണ്. ഇനി അത് ഗവൺമെന്റിന്റെ കയ്യിലെത്തിയിട്ട് ഇതിന് എന്തൊക്കെ എടുത്തു കളയാൻ പറ്റുന്നു അല്ലെങ്കിൽ എന്തൊക്കെ പുതിയത് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയാം. കാരണം നമ്മളെ പറഞ്ഞാൽ മതി, ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ ഈ രാഷ്ട്രീയ തെണ്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല ഇനി. കാരണം ഇവരെ ഇരയായി നമ്മൾ വീണ്ടും. അതൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളും സംസാരത്തിന്റെ ഒരു ശൈലിയൊക്കെ കണ്ട്, ഉറച്ച നിലപാടുകളും സംസാരത്തിന്റെ ശൈലി കണ്ട് ആരും വീണു പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്രയാണെന്നുള്ളതൊന്ന് എന്താ പറയുക, ഉള്ളിലുണ്ടെങ്കിലും ചില ആളുകൾക്ക് അതൊക്കെ എന്താ പറയുക ഇലക്ഷൻ്റെ സമയത്തൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഇലക്ഷൻ വരുമ്പോൾ ഇത് നമ്മളൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു നക്കപിച്ച മാത്രമാണ്. കാരണം ആ ഇലക്ഷൻ്റെ സമയത്ത് ഇതുപോലത്തെ വാഗ്ദാനങ്ങൾ വരത്തുള്ളൂ. ഇലക്ഷൻ്റെ സമയത്ത് ഇതുപോലത്തെ എന്താ പറയുക വൻ പ്രഖ്യാപനങ്ങളും കരുത്തുറ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് ഉൾക്കൊണ്ടാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തൊക്കെയായാലും മേനോൻ സാറേ, നിങ്ങളെ കയ്യിൽ നിന്ന് നമ്മൾ ഇതൊന്നും അല്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇനിയിപ്പോൾ നിലപാടിന്റെ രാജകുമാരനായ അങ്ങ് ആദ്യം വെള്ളപ്പള്ളിന്റെ മുന്നിൽ പോയിട്ട് തപസ് ചെയ്ത് കൊടുത്ത് ഇപ്പം ഇതുപോലത്തെ ഓരോ വാഗ്ദാനങ്ങളും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ലല്ലോ. പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇനി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ. ഏജൻസികളോടാണ് പറയാനുള്ളത്, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലാതെ ഇനിയിപ്പോൾ ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. എന്ത് കാര്യത്തിലാണെങ്കിലും ഈ ഒരു ചെറിയ വിഷയത്തിലൊന്നല്ല, എല്ലാ വിഷയത്തിലും അവർക്ക് അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അതിനപ്പുറത്തേക്കൊന്നും ഒന്നും പോകത്തില്ല.